عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനമുള്ള സമസ്ത ജമിയത്തുൽ ഉലമ പ്രസിഡന്റ്, റഈസുൽ ഉലമ ഉസ്താദ് അവറുകൾ, മഹാന്മാരായ സാദാത്യങ്ങൾ, ബഹുമാനപ്പെട്ട ഉലമാക്കളെ, അതേപോലെ മദനി ബിരുദമെടുത്ത് പുറപ്പെടുന്ന യുവ പണ്ഡിതന്മാരെ, മുതഅല്ലിമീങ്ങളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട സാദാത്യങ്ങളുടെയും ഉലമാക്കളെയും ഒക്കെ എല്ലാവരുടെയും ഒരു മഹൽ നേതൃത്വമായിരുന്ന ബഹുമാന സനദ് കൊടുക്കുന്ന പരിപാടി കൂടിയാണ് ഇന്നത്തെ ഈ സംഗമം. ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ ഉസ്താദിന്റെ കരങ്ങളാൽ ആ സനദ് ദാനം നടത്തപ്പെടും. ബഹുമാനപ്പെട്ട സമസ്ത ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് റഈസുൽ ഉലമ ഉസ്താദ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നുമുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടുതലായൊന്നും ഞാൻ പറയുന്നില്ല. സനദ് കൊടുക്കുക എന്ന് പറയുന്ന സംഗതി കേവലം ഒരു ചടങ്ങല്ല. ഭൗതികന്മാർ പലപ്പോഴും അതൊരു ചടങ്ങായി കാണാറുണ്ട്. അതുപോലെയല്ല മതപണ്ഡിതന്മാർ അതിനെ കാണുന്നത്. ഒരു സർട്ടിഫിക്കറ്റ് വിതരണം എന്നതുപോലെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല സനദ്. പരിശുദ്ധ ദീനിന്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ഉള്ളതാണ്. ആ മുഹമ്മദ് നബി നമ്മളോട് വിട പറഞ്ഞ് കാലങ്ങൾ കുറെ ആയി. നാം അതിൻ്റെ പിന്നിൽ ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞാണ് നാം ഉള്ളത് എങ്കിൽ നാം ആ ദീനിന്റെ കാര്യം പറയുന്നു. ഇനി നമ്മൾ അടുത്ത നൂറ്റാണ്ടിൽ അവരും പറയുന്നു. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ ദീനിന്റെ കാര്യങ്ങൾ ഇവിടെ പറച്ചുണ്ടാകും. അതൊക്കെ നബി തങ്ങൾ പറഞ്ഞത് തന്നെയാണ് ഈ പറയുന്നത്. ഇടക്കാലത്ത് ആരെങ്കിലും വല്ല നിയമം ഉണ്ടാക്കുകയോ ഉള്ള നിയമം നിർത്തലാക്കുകയോ ചെയ്യുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അവതരിപ്പിച്ചതാണ് ദീൻ. ആ ദീനിന്റെ നിയമങ്ങളെല്ലാം നമ്മൾ പറയുന്നത് നമുക്ക് അല്ലാഹു അറിയിച്ചെന്നതോ വഹി എന്നതോ ഒന്നുമല്ലല്ലോ. പിന്നെ നമ്മൾ പറയുന്നത് 1400 വർഷങ്ങൾക്കപ്പുറം കഴിഞ്ഞുപോയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു. ആ സ്വഹാബാക്കൾ ദീനിന്റെ സർവകാര്യങ്ങളും ഏറ്റവും സെറ്റ് കാര്യങ്ങൾ സംശയത്തിനിടമില്ലാതെ ശിർക്കാണോ അല്ലയോ എന്ന സംശയം അവർക്കില്ല, ബിദ്അത്താണോ അല്ലയോ എന്ന സംശയവും അവർക്കില്ല, ദീനിൽ ഇല്ലാത്ത ഒന്ന് കെട്ടിയുണ്ടാക്കിയതാണോ അല്ലയോ അതൊന്നും സംശയമില്ല. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. നബി തങ്ങൾ എന്തു കൊണ്ടുവന്നു
അത് നിങ്ങൾ അപ്പടി പിടിക്കണമെന്ന് അള്ളാഹു പറഞ്ഞതാണ്. നബിതങ്ങൾ എന്ത് വിരോധിച്ചു അതെല്ലാം അപ്പടി ഒഴിവാക്കണമെന്നും അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അത് അപ്പടി സ്വീകരിച്ചവരാണ് മഹത്തുക്കളായ സ്വഹാബ. ആ സ്വഹാബ അതേപോലെ അടുത്ത തലമുറയായ താബിഈങ്ങൾക്ക് കൈമാറി. അവർ അതേപോലെ അവർക്ക് വിശ്വസ്തരായ ഉലമാക്കൾക്ക് കൈമാറി. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ ഈ കൈമാറ്റ ചടങ്ങോട് നടക്കും. അത് അംഗീകരിക്കുന്ന ആ വിഭാഗത്തിന് കൂടെ നിൽക്കുന്ന ആളുകളാണ് സുന്നികൾ, അഹ്ലുസുന്നത്തി എന്ന് പറയുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയാൻ കാരണം സ്വഹാബത്താകുന്ന മഹത്തുക്കളായ വലിയൊരു വിഭാഗം ആളുകൾ ഈ സുന്നത്തിന്റെ കൂടെ നിന്നവരല്ലേ. ആ സുന്നത്തിനെ അവരിൽ നിന്ന് കേട്ടും കണ്ടും അങ്ങനെ പഠിച്ചവരാണ് ശേഷക്കാരായ താബിഈകൾ. അതേപോലെ പഠിച്ചവരാണ് അതിൻ്റെ ശേഷക്കാർ. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ പോകുന്നു. അപ്പൊ അതിൻ്റെ ആ സനദ് ഇവർക്ക് അതിൻ്റെ വേരും അടിത്തറയും അഡ്രസ്സും ഒക്കെ കൊടുക്കുന്ന ഈ സനദാണ്. ഈ സനദാനും ഇല്ലായിരുന്നെങ്കിൽ ലൗലൽ ഇസ്നാദ് ലഖാല മൻ ശാ മാ ശാ. ഈ സനദില്ലാത്ത ഒരു സംഗതിയായിരുന്നു ദീനിന്റെ കാര്യങ്ങളൊക്കെ എങ്കിൽ ഉദ്ദേശിച്ചവരൊക്കെ അവർക്ക് ഉദ്ദേശിച്ചെല്ലാം പറയാം. ഇന്നത് പറയാൻ പാടില്ല എന്നൊന്നും ഉണ്ടാവില്ല. ഉദ്ദേശിച്ചെല്ലാം പറയും. അതല്ല ഇന്ന് നാം കാണുന്ന സർവപുത്തൻ ആശയക്കാരും ഏത് വിഷയത്തിൽ പുത്തനായാലും ശരി, ആ പുത്തനാശയക്കാർക്കൊന്നും ഇന്നത് പറഞ്ഞുകൂടാ എന്നില്ല. അവർ തൊള്ളയിൽ വന്നതെല്ലാം പറയുന്നു. ഇപ്പൊ ഇന്ന് നാം കാണുന്ന പല പേരിലും അറിയപ്പെടുന്ന ആളുകളുണ്ട്. മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത്, അങ്ങനെ പോകുന്ന ഒരു വിഭാഗം. വേറൊരു ഭാഗത്ത് വിലായത്ത് പറഞ്ഞ്, ത്വരീഖത്ത് പറഞ്ഞ്, മഅരിഫത്ത് പറഞ്ഞ്, കശ്ഫ് പറഞ്ഞ്, അങ്ങനത്തെ ഒരു വിഭാഗം. ഇവരെല്ലാം നല്ലൊരു ശതമാനം കള്ളന്മാരാണ്. അവരെ ഒരിക്കലും അനുകരിക്കാനും അനുസരിക്കാനും പറ്റില്ല. ശരീഅത്ത് എന്ന് പറയുന്നത് ഇതൊന്നും അറിയാത്ത സംഗതി അല്ല. ശരീഅത്ത് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ശരീഅത്തിന്റെ പണ്ഡിതന്മാർ, മഹാനായ താജുൽ ഉലമ തന്നെ. നമുക്ക് ഇന്നിവിടെ അടുത്ത് കണ്ട ഉലമാക്കളിൽ ഈ കാര്യങ്ങളിലൊക്കെ ബഹർ പോലെ സാഗരതുല്യമായ മഹാപാണ്ഡിത്യമുള്ള പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട താജുൽ ഉലമ. അവിടുന്ന് എപ്പോഴും ഷാഫികളാണ്. അപ്പൊ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് അനുസരിച്ച് പോകുന്ന നമ്മൾ ആ മദ്ഹബിന്റെ വെളിച്ചത്തിൽ ഷാഫിയാന്നും പറഞ്ഞു വരുന്ന ചില ശൈഖന്മാരുണ്ട്. ഷാഫി മദ്ഹബിൽ ഒരിക്കലും അംഗീകൃതമല്ലാത്ത സംഗതികൾ അവർ പറഞ്ഞാലും കേൾക്കണ്ട. അത് ഷാഫി മദ്ഹബല്ല. ഷാഫി മദ്ഹബ് ഇന്നതാണെന്ന് നമ്മളെ ഉലമാക്കൾ എല്ലാം വരച്ചു കാണിച്ച് തന്നിട്ടുണ്ട്. ഇന്നും ഇങ്ങനത്തെ സംഗതികളിൽ നമുക്ക് എന്തെങ്കിലും സംശയം നേരിട്ടാൽ മഹാന്മാരായ ആലിമീങ്ങൾ ഇന്നുണ്ടല്ലോ. ബഹുമാനപ്പെട്ട റഈസ് ഉലമ പോലെയുള്ള, സുൽത്താൻ ഉലമ പോലെയുള്ള അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഉസ്താദ് നമ്മുടെ സ്റ്റേജിലേക്ക് വരികയാണ്. അതിന് മുന്നോടിയായി ശാന്ത സുമോഹന തീരമിത് മുതലീകിരണം നിറയും പൊലിവ് വെണ്മ നിറഞ്ഞിവിടം ഇന്ന് സുമസ്വാഗതഹാരം ചാർത്തുന്നു
ശാന്ത സുമോഹന തീരമിത് മദനി കിരണം നിറയും പൊലിവ് വെണ്മ നിറഞ്ഞിവിടം ഇന്ന് സുമസ്വാഗതഹാരം ചാർത്തുന്നു ഈ പാവന നഗരിയിലും നിരഫറഹിൻ കുളിരി പകർന്ന് ഈ പാവന നഗരിയിലും നിറഫറഹിൻ കുളിരി പകർന്ന് സമാൻ സന്നിധിയിൽ ഭാരം ചിന്തുന്നേ തർഹീബൻ ബിൽഫുമലാ വസ്സുമലാ തർഹീബൻ ബിൽഫുമലാ വസ്സുമലാ തർഹീബൻ ബിൽഫുമലാ വസ്സുമലാ തർഹീബൻ ബിൽഫുമലാ വസ്സുമലാ ശാന്ത സുമോഹന തീരമിത് മദനി കിരണം നിറയും പൊലിവ് വെണ്മ നിറഞ്ഞിവിടം എന്ന് സുമസ്വാഗതഹാരം ചാർത്തുന്നു മഹിത സാദാത്തു മുലമാക്കൾ കവിടം മധുരശീലുകൾ നേരും സ്വാഗതം മഹിത സാദാത്തു മുലമാക്കൾ കിരീടം മധുരശീലുകൾ നേരും സ്വാഗതം കമറിൻ ദീപമാലെ ഇവിടം ശോഭയാർന്ന് സുൽത്താനുലമയിൽ ഉരുളും പാടിയുന്നേ അഹ്ലൻ സഹുലാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ ഇവിടെ എത്തി. ഞാൻ എൻ്റെ വേദി ഒഴിഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ കരങ്ങളാൽ നൽകപ്പെടുന്ന ഈ സനദ് ഒരു കടലാസിൻ്റെ വില മാത്രമല്ല, അത് വലിയ വെയിറ്റുള്ള അർത്ഥമുള്ള, നമുക്ക് ദീനിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് നബികൾ പറഞ്ഞതാണ് എന്ന് പഠിപ്പിച്ച് തരുന്ന ആധികാരികമായി പറയാൻ പറ്റുന്ന ഒരു രേഖയാണ്. അത് അള്ളാഹുവിൻ്റെ ഒരിക്കലും രേഖയാണ്. അതുകൊണ്ട് ആ സനത്തിൻ്റെ ആ ബഹുമതി കണക്കിലെടുത്ത് അത് തരുന്ന ഉസ്താദിൻ്റെയും അതിൻ്റെ ദൃഢസാക്ഷികളായ ആലിമ്യങ്ങൾ, സാദാത്യങ്ങൾ അവരുടെല്ലാം മുമ്പിൽ വെച്ച് മുമ്പാകെയാണ് അവരുടെയൊക്കെ പൊരുത്തത്തോടെ ഉസ്താദ് അത് കൊടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇപ്പം ഇവിടെ അത് നടക്കും. അപ്പം അതിന് വലിയ ഒരർത്ഥമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ആ ബഹുമതിയോടെ അതിനെ വിദ്യാർത്ഥികളായ നാമും എല്ലാവരും കാണണം എന്നുകൂടി ഓർമ്മപ്പെടുത്തി അള്ളാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് നിങ്ങളും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.